അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനെ കാണിച്ചു കൊടുത്തു, പ്രഖ്യാപിച്ചല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം തരിച്ചു ഇങ്ങനെ നിന്നു. ഒരു വാക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. എൻ്റെ വിഷമം പറഞ്ഞു. എത്ര കാലമായി ഈ കോൺഗ്രസിന് വേണ്ടി കയ്യിലുത്തുന്നു? ഈ പിണറായിക്കെതിരെ അതിശക്തമായി പറയുന്ന കോൺഗ്രസ്, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന കാരണവർ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കാരണവർ, ഏകദേശം പിണറായിൻ്റെ പ്രായം അദ്ദേഹത്തിനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. 80 വയസ്സ് കിടക്കുക. അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഒരു വാക്ക് ആ പ്രഖ്യാപിക്കുമോ? ഹലോ സുരേട്ടാ, ഞങ്ങളിങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്, പറഞ്ഞോ, ചോദിച്ചോ? എന്ത് മര്യാദയാണ് ഈ VD സതീശനിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കൂ സുധാകരേട്ടനോട്. അദ്ദേഹം കളവൊന്നും പറയുന്നതിൽ വിശ്വാസം എനിക്കില്ല. നിങ്ങൾ ചോദിക്കൂ. അപ്പം ആരെ കണ്ടിട്ട് ഇനി ഞാൻ നിൽക്കണം? ഇതാണ് ഇതിൻ്റെ വസ്തുത. അതായത് ഈ പറയുന്ന VD സതീശനും ആ ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും, പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ ഹരിത MLA മാർ, ഇതിലെ ഒരു വിഭാഗവും ഈ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ, AK ആൻ്റണി സാർ ഉൾപ്പെടെ, സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും, ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിൻ്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ഹിറ്റ്ലറിസം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട KC പോലും വാക്ക് പറയാൻ ശേഷിയില്ലാതെ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഈ പറയുന്ന ബഹുമാനപ്പെട്ട K കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഈ പറയുന്ന KM മാണിയുടെയും കൂടെ 10, 35, 40 വർഷമായി കേരളത്തിൻ്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും പുച്ഛഭാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ, പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടൽ പോലും പുച്ഛിച്ച് തള്ളുന്ന ആ വ്യക്തി UDFൻ്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനും ഇല്ല.